നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ വീണ സനു. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ആറ്റിങ്ങലിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി വി മുരളീധരനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച LDF. പ്രചരണ ബോർഡുകളിൽ മതചിഹ്നം ഉപയോഗിച്ചെന്നാണ് പരാതി. വിവാദമായതിനു പിന്നാലെ നേരത്തെ ഫ്ലക്സുകൾ നീക്കം ചെയ്തിരുന്നു. AV ജയശങ്കർ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വി മുരളീധരനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ LDF പറഞ്ഞിട്ടുള്ളത്? വീണ, തെരഞ്ഞെടുപ്പിൽ മതചിഹ്നങ്ങൾ ഉപയോഗിക്കരുതെന്ന നിർദ്ദേശം BJP സ്ഥാനാർത്ഥി തെറ്റിച്ചു എന്നാണ് നിലവിൽ LDF നൽകിയിരിക്കുന്ന പരാതി. ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട ദൈവത്തിൻ്റെ ചിഹ്നം ഫ്ലെക്സ് ബോർഡിൽ ഉപയോഗിച്ചു. കഴിഞ്ഞ ദിവസമാണ് വർക്കലയിൽ നരേന്ദ്രമോദിയുടെയും വി മുരളീധരൻ്റെയും ചിത്രമുള്ള ഫ്ലെക്സിനൊപ്പം പ്രാദേശികമായ ഒരു ദൈവമായ ദൈവത്തിൻ്റെ ചിത്രം ഉപയോഗിക്കുന്നത്. ഈ ദൈവത്തിന് പ്രാദേശികമായി വലിയ സ്വാധീനമുണ്ടെന്നും മതവിശ്വാസികൾ പ്രധാനപ്പെട്ട ഒരു ദൈവമാണെന്നും ഇത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുമാണെന്നാണ് LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതി. ഇത്തരം പ്രവർത്തികൾ വിലക്കണമെന്നും ഇതിൽ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നും LDF നൽകിയ പരാതിയിൽ പറയുന്നു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾക്ക് മുരളീധരനോ BJPയോ ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല, ഒരിക്കലും അനുവദിക്കില്ല എന്ന നിലപാടിലാണ് LDF. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി പരാതികളുമായി പോയത്. എന്തായാലും വിവാദത്തിന് പിന്നാലെ ഈ ഫ്ലെക്സ് ബോർഡ് പ്രദേശത്ത് നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. പാർട്ടി നേതൃത്വം ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് അനൗദ്യോഗികമായി BJP വൃത്തങ്ങൾ നൽകുന്ന വിവരം. പക്ഷേ ഒരു പ്രതികരണത്തിന് നേരത്തെ സൂചിപ്പിച്ച പോലെ BJP നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പരാതി പരിശോധിച്ചു വരികയാണ്. പ്രത്യക്ഷമായി ഫോട്ടോ ഉൾപ്പെടെയുള്ള തെളിവുകൾ സഹിതമാണ് LDF പരാതി. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഒരു നടപടിയായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുക എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും കമ്മീഷൻ ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യക്ഷമായി ഒരു നിയമലംഘനം ഉണ്ട് എന്ന് തന്നെ നമുക്ക് ആ ഫോട്ടോയിൽ നിന്ന് ഉൾപ്പെടെ വ്യക്തവുമാണ്. എന്തായാലും കമ്മീഷന്റെ കോർട്ടിലാണ് ഇനി പന്ത്. ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം, ഒരു നടപടി എടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. വീണ, ആറ്റിങ്ങലിൽ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി വി മുരളീധരനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് LDF. അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന്. മറ്റൊരു വാർത്തയിലേക്ക്. വിദ്യാർത്ഥികളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം എഴുതി വാങ്ങുന്നത് നിർത്തിവെക്കാൻ കാസർഗോഡ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി രക്ഷിതാവ് വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുവരുത്താൻ സ്കൂളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് സത്യവാങ്മൂലം എഴുതി വാങ്ങിക്കുന്ന ബോധവൽക്കരണ പരിപാടിയാണ് പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയത്. സ്വീപ് നോഡൽ ഓഫീസർക്കാണ് ജില്ലാ കളക്ടർ K. ഇമ്പശേഖരൻ നിർദ്ദേശം നൽകിയത്. അരുൺ പാറയ്ക്കൽ കൂടുതൽ വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? വീണ, കാസർഗോഡ് ജില്ലയിൽ സ്വീപ്പ് പരിപാടികളുടെ ഭാഗമായാണ് ഇത്തരത്തിൽ കാസർഗോഡ് ജില്ലയിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ ഇത്തരത്തിലുള്ള പദ്ധതി ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗവും നടപ്പിലാക്കിയത്. 2 ഫോമുകളാണ് പ്രധാനമായും വിദ്യാർത്ഥികൾക്ക് നൽകിയത്. ഒന്ന്, വീട്ടുകാരെ കൊണ്ട്, രക്ഷിതാക്കളെ കൊണ്ട് വോട്ട് ചെയ്യിക്കുമെന്ന് കുട്ടികൾ സത്യവാങ്മൂലം എഴുതി ഒപ്പിട്ട് നൽകണം. കൂടാതെ ഈ വീട്ടുകാർ, അതായത് കുട്ടികൾ പറയുന്നതനുസരിച്ച് വീട്ടുകാരും ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ആ ഫോമിൽ ഒപ്പിട്ട് നൽകിക്കൊണ്ട് അത് കുട്ടികളെ ഏൽപ്പിക്കണം. തുടർന്ന് കുട്ടികളത് സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററെയോ പ്രിൻസിപ്പളെയോ തിരികെ ഏൽപ്പിച്ച് അവർ മുഖാന്തരം BLOമാരെ ഏൽപ്പിക്കുന്നതായിരുന്നു പദ്ധതി. നാളെയാണ് ഇതിന്റെ അവസാന ദിവസമുണ്ടായത്. 26-ാം തീയതി ആയിരുന്നു ഇത്. എല്ലാ സ്കൂൾ മേലധികാരിമാരും അത് BLOമാരെ ഏൽപ്പിച്ച് തിരികെ അത് നോഡൽ ഓഫീസർമാരെ ഏൽപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് കാസർഗോഡ് ജില്ലാ ഭരണകൂടം നടപ്പിലാക്കിയത്. അതിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു. അതായത് ഇന്ന സ്കൂളിൽ പഠിക്കുന്ന, ഇന്ന ക്ലാസ്സിൽ, ഇന്ന ഡിവിഷനിൽ പഠിക്കുന്ന ഞാൻ വരാനിരിക്കുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിവേകത്തോടെയും ഉത്തരവാദിത്തത്തോടെയും വോട്ട് ചെയ്യാൻ എൻ്റെ വീട്ടുകാരെ പ്രേരിപ്പിക്കും എന്ന വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു സത്യവാങ്മൂലവും, കൂടാതെ രക്ഷിതാക്കൾ വിദ്യാർത്ഥിയുടെ രക്ഷിതാവായ ഞാൻ വോട്ട് ചെയ്യുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഫോമായിരുന്നു. ഈ ഫോം വലിയ തോതിലുള്ള ഒരു വിവാദമായി. പ്രത്യേകിച്ച് സർക്കാർ വിദ്യാലയങ്ങളിൽ ഇത് നിർബന്ധമായും ഒപ്പിട്ട് വാങ്ങണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു ഉത്തരവുണ്ടായി, തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ ഒരു ഉത്തരവുണ്ടായി. പക്ഷേ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കിയതെന്ന് ആരോപിച്ചുകൊണ്ട് രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും ഒരുമിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ സത്യവാങ്മൂലം പിൻവലിച്ചുകൊണ്ട് സ്വീപ് നോഡൽ ഓഫീസർക്ക് ജില്ലാ കളക്ടർ ഉത്തരവ് നൽകിയിരിക്കുന്നത്. എന്തായാലും ജില്ലയിൽ ഇനി ഇത്തരത്തിലുള്ള പരിപാടി നടത്താൻ പാടില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. വീണ, കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കലാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.
മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ പിന്തുണ തേടി ആം ആദ്മി പാർട്ടി. കേജ്രിവാളിനെ പിന്തുണയ്ക്കുന്നതിനായി ആം ആദ്മി പാർട്ടി വെബ്സൈറ്റ് പുറത്തിറക്കി. രാജ്യത്തെ സംരക്ഷിക്കാനാണ് പോരാട്ടമെന്ന് മന്ത്രി അതിഷി വ്യക്തമാക്കി. ये होगी सभी आम आदमी पार्टी के नेताओं की और कार्यकर्ताओं की डीपी कि मोदी का सबसे बड़ा डर केजरीवाल है। तो मैं आज देश के सभी लोगों से अपील करना चाहती हूं कि आप अगर अरविंद केजरीवाल का समर्थन करते हैं, इस तानाशाही के खिलाफ जो लड़ाई है उसमें अपनी आवाज उठाना चाहते हैं। നിതിൻ അംബുജൻ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. നിതിൻ, ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ പിന്തുണ തേടുന്നു എന്ന് പറയുന്നു. അത് ഏത് രീതിയിലാണ് നിലവിൽ പിന്തുണ തേടിയിട്ടുള്ളത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് പിന്നാലെ വ്യാപകമായ പ്രതിഷേധമാണ് ആം ആദ്മി പാർട്ടി ഉയർത്തിയത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് സമൂഹ മാധ്യമങ്ങളടക്കം ഇപ്പോൾ പിന്തുണ തേടിക്കൊണ്ട് ആം ആദ്മി പാർട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. രാജ്യത്തിന്റെ പിന്തുണ കെജ്രിവാളിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റിനെതിരെ ശക്തമായ പ്രതിഷേധം സമൂഹ മാധ്യമങ്ങളടക്കം ഉയരണം എന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതിനായി ഒരു വെബ്സൈറ്റ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിന് പിന്തുണ നൽകിക്കൊണ്ട് ഒരു വെബ്സൈറ്റ് തന്നെ രൂപീകരിച്ചപ്പോൾ അതിന്റെ പ്രചരണം ഇപ്പോൾ ആം ആദ്മി പാർട്ടി ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം മോദി ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് കെജ്രിവാളിനെ എന്ന ഹാഷ്ടാഗോടുകൂടി തന്നെ സമൂഹ മാധ്യമങ്ങളടക്കം ഒരു പ്രൊഫൈൽ പിക്ചർ അത് മാറ്റാനും ഇപ്പോൾ ആം ആദ്മി പാർട്ടി ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാനും ഏകാധിപത്യത്തിനെതിരെയുമാണ് ഈ ഒരു പോരാട്ടം എന്നാണ് ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ അതിഷി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നിയമപരമായ പോരാട്ടത്തിനൊപ്പം തെരുവിലും ഇത്തരത്തിൽ പ്രതിഷേധവുമായി ആം ആദ്മി പാർട്ടി രംഗത്തുണ്ട്. അതിനോടൊപ്പമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ പിന്തുണ കൂടി തേടി രംഗത്ത് വന്നിരിക്കുന്നത്. വീണ, ഡൽഹിയിൽ നിന്നും നിതിൻ അംബുജനാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. കോട്ടയം കിടങ്ങൂരിൽ പള്ളി പരിസരത്ത് കാർ ഇടിച്ചു കയറിയ അപകടം. കിടങ്ങൂർ സെന്റ് മേരീസ് പള്ളിയിൽ സംസ്കാര ചടങ്ങ് നടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. 3 പേർക്ക് പരിക്കേറ്റു. ടോബി ജോൺസൺ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ടോബി, എന്താണ് ഈ സംഭവം? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? വീണ, ഇന്നലെ വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. പള്ളിയിൽ ഒരു സംസ്കാര ചടങ്ങ് നടക്കുന്നുണ്ടായിരുന്നു. അതിന് വന്ന ആളുകളുടെ ദേഹത്തേക്കാണ് ഈ വാഹനം ഇടിച്ച് കയറിയത്. ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നൊരു വ്യക്തി ഈ വാഹനം അവിടെ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ഓട്ടോമാറ്റിക് വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഓടിച്ച് പരിചയമില്ല. പുതിയതായിട്ട് എടുത്ത വാഹനമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുന്നത്തറ സ്വദേശിയുടെ ഒരു വാഹനമായിരുന്നു. അദ്ദേഹം ഈ വാഹനത്തിൽ കയറി കീ ഓൺ ചെയ്തപ്പോൾ തന്നെ വാഹനം മുന്നിലേക്ക് കുതിക്കുകയായിരുന്നു. അങ്ങനെയാണ് മുന്നിലുണ്ടായിരുന്ന 2 സ്ത്രീകളുടെ ദേഹത്തുകൂടി ഈ വാഹനം കയറുന്നത്. തുടർന്ന് മറ്റൊരു വ്യക്തിയെ കൂടി ഒരു പുരുഷനെയും കൂടി ഈ വാഹനം ഇടിക്കുകയായിരുന്നു. ഈ 3 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവം നടക്കുന്നതിന് തൊട്ടു മുമ്പ്, ഈ വാഹനം ഇടിച്ചു കയറുന്നതിന് തൊട്ടു മുമ്പ് ഒരു കുഞ്ഞുകുട്ടി അതിലെ കൂടി ആ വഴിയെ ഈ വാഹനത്തിന് തൊട്ടു മുന്നിലൂടെ പാസ് ചെയ്തു പോയിരുന്നു. അത്ഭുതകരമായ ആ കുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തായാലും 3 പേർക്ക് ആണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ നില അല്പം ഗുരുതരമാണ് എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പോലീസിന്റെ അന്വേഷണത്തിലാണ് ഇക്കാര്യങ്ങൾ കണ്ടെത്തിയത്. അതായത് പുതിയ വാഹനമാണ്. വാഹനം ഓടിക്കാൻ അത്ര ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് അത്ര തന്നെ പരിചയമില്ലായിരുന്നു. അദ്ദേഹം വാഹനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ വാഹനം മുന്നോട്ട് കുതിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വീണ, കോട്ടയത്ത് നിന്ന് ടോബി ജോൺസണാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മലപ്പുറം വഴിക്കടവിൽ മതിൽ നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ അതിഥി തൊഴിലാളിക്ക് പരിക്ക്. ഗുഡലൂർ സ്വദേശിക്കാണ് പരിക്ക്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്? ഒപ്പം തന്നെ ഈ പരിക്കേറ്റ ആളുടെ നില എപ്രകാരമാണ്? വീണ, ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. വഴിക്കടവ് കെട്ടുക്കലിൽ പള്ളിയുടെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനിടെയാണ് ഈ മണ്ണ് ഇടിഞ്ഞു വീണ് തൊഴിലാളികളുടെ മുകളിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തമിഴ്നാട് ഗുഡലൂർ സ്വദേശിയായ സപ്നേഷ് എന്ന് പറയുന്ന ഇയാൾ മണ്ണിനടിയിൽ പെടുകയായിരുന്നു. ഉടൻ തന്നെ ഇയാളെ രക്ഷപ്പെടുത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇടിഞ്ഞു വീണ മണ്ണിനടിയിൽ ഇയാൾ പെടുകയായിരുന്നു. തുടർന്ന് ഇയാളുടെ ഇടതു കാലിനും ഒപ്പം തന്നെ വയറിന്റെ സൈഡിലും ഒക്കെയാണ് പരിക്കേറ്റിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ് ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി നിലവിൽ ചികിത്സയിലാണ്. വീണ, മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീമാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൊയിലാണ്ടി കാണയങ്കോട് പുഴയിൽ ചാടി യുവാവ് ആത്മഹത്യ ചെയ്ത നിലയിൽ. ബാലുശ്ശേരി ഭാഗത്ത് നിന്ന്
നിന്നാണ് യുവാവ് എത്തിയത്. പാലക്കുളം സ്വദേശി രാജേഷാണ് മരിച്ചത്. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ആരാണ് ഈ രാജേഷിന്റെ മൃതദേഹം ആദ്യം കണ്ടത്? ഒപ്പം തന്നെ എന്താണ് സംഭവിച്ചത്? കൊയിലാണ്ടി കണയങ്കോട് പുഴയിൽ ചാടി യുവാവ് ആത്മഹത്യ ചെയ്ത നിലയിൽ ബാലുശ്ശേരി ഭാഗത്തു നിന്നാണ് യുവാവ് എത്തിയത്. പാലക്കുളം സ്വദേശി രാജേഷാണ് മരിച്ചത്. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഈ രാജേഷിന്റെ മൃതദേഹം ആരാണ് ആദ്യം കണ്ടത്? ഒപ്പം തന്നെ എന്താണ് സംഭവം? വീണ, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയായിരുന്നു സംഭവം നടക്കുന്നത്. കൊയിലാണ്ടി കണയങ്കോട് ആണ് ഒരു യുവാവ് പുഴയിലേക്ക് എടുത്തു ചാടിയത്. സംഭവം കണ്ട ദൃക്സാക്ഷികളാണ് ആദ്യം പോലീസിനെയും ഒപ്പം തന്നെ ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചത്. തുടർന്ന് ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിൽ 1 മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. മൃതദേഹം നിലവിൽ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പാലക്കുളം സ്വദേശിയായ രാജേഷാണ് മരിച്ചിരിക്കുന്നത്. വ്യക്തിപരമായ കാരണങ്ങളാണ് ഈ ആത്മഹത്യക്ക് പിന്നിലെന്നാണ് നിലവിൽ പുറത്തു വരുന്ന സൂചന. ഈ ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് ബാലുശ്ശേരി ഭാഗത്തു നിന്നുമാണ് യുവാവ് നടന്നു വരുന്നത്. തുടർന്ന് പാലത്തിന് സമീപം എത്തിയപ്പോൾ കയ്യിലുണ്ടായിരുന്ന മൊബൈലും ഒപ്പം തന്നെ മറ്റു രേഖകളും പാലത്തിന് സമീപം വെച്ച ശേഷം പുഴയിലേക്ക് എടുത്ത് ചാടുകയായിരുന്നു. സംഭവം കണ്ട ദൃക്സാക്ഷികളാണ് ഈ വിവരങ്ങൾ പോലീസിനെ അറിയിച്ചിട്ടുള്ളത്. ഇൻക്വസ്റ്റ് നടപടികളും ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകും. വീണ, കൊയിലാണ്ടി കണയങ്കോട് പുഴയിൽ ചാടി യുവാവ് ആത്മഹത്യ ചെയ്ത നിലയിൽ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന്. തിരികെ വാർത്തകളിലേക്ക്. ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ആരോഗ്യ വകുപ്പിനെതിരെ വീണ്ടും ആരോപണവുമായി ഹർഷിന. സർക്കാർ കൂടെയുണ്ടെന്ന് പറയുന്നതല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല. തുടർ ചികിത്സ സൗജന്യമാക്കണമെന്നാണ് ഹർഷിനയുടെ ആവശ്യം. വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയതിന് പിന്നാലെയാണ് പ്രതികരണം. നമ്മളെ സാമ്പത്തികാവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രയും അവസ്ഥയിൽ ഇപ്പം നമ്മൾ നിൽക്കുന്നത്. നമ്മളിതിനൊരു പരിഹാരമാവും ആവുമെന്ന് പ്രതീക്ഷയിൽ നിൽക്കാനാണ്ട് 1.5 വർഷമായിട്ടും ഒരു രൂപത്തിലുള്ള ഒരു പരിഹാരവും നമ്മളടുത്തേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഇനി ആരോടാ എങ്ങനെ പറയേണ്ടത് നമുക്കറിയില്ല. ഇനി ഒരു ട്രീറ്റ്മെൻറ്റിന് മുന്നോട്ടുള്ള ഒരു തുടർ ചികിത്സക്കെങ്കിലുള്ള ഒരു വകുപ്പ് ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ ഇത്രയും കൂടെ ഉണ്ട് എന്ന് ഡെയിലി പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണല്ലോ. അപ്പം എന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് കിട്ടിയേ പറ്റും. അല്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിട്ട് കാര്യമില്ല, സഹതാപം പറഞ്ഞിട്ട്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ആ ഒരു പരിഹാരം എന്തായാലും വന്നേ പറ്റൂ. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിലോ ആ ഒരു ചികിത്സ സൗജന്യമായിട്ട് ഗവൺമെൻറ് നമുക്ക് അനുവദിച്ചു തരണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള അതിനൊരു നീക്കം ഉണ്ടാവണം എന്നുള്ളതാണ്. മിഥില ബാലൻ ചേരുന്നുണ്ട് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. മിഥില, ഈ ആരോഗ്യ വകുപ്പിനെതിരെ ആരോപണവുമായി ഹർഷിന വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തൊക്കെ ആവശ്യങ്ങളാണ് നിലവിൽ ഹർഷിന മുന്നോട്ട് വയ്ക്കുന്നത്? ഒപ്പം തന്നെ സർക്കാർ ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് ഇനി? വീണ, കഴിഞ്ഞ ദിവസമാണ് ഹർഷിന വയറുവേദനയെ തുടർന്ന്, അതായത് ഈ ശസ്ത്രക്രിയ നടത്തുന്ന ഭാഗത്തെ വേദനയെ തുടർന്ന് ഹർഷിന സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അതിന് പിന്നാലെയാണ് ഇത്തരമൊരു പ്രതികരണം ഹർഷിനയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ആരോഗ്യ വകുപ്പ് എപ്പോഴും കൂടെ ഉണ്ടാകും എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒന്നും നടക്കുന്നില്ല. ഈ വാക്കുകളല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല. ഈ ഒരു ചികിത്സയ്ക്കായി ഈ കത്രിക പുറത്തെടുത്തതിന് ശേഷവും അതിനു മുൻപും ഒരുപാട് തവണ ചികിത്സയ്ക്കായി വിവിധ ആശുപത്രിയിൽ പോയിട്ടുണ്ട്. അന്നൊക്കെ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ആ സാമ്പത്തിക നഷ്ടം സഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇന്നലെയും കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വലിയൊരു തുക ഈ ഒരു ചികിത്സാ ചെലവിനായി ഇവർക്ക് നൽകേണ്ടി വന്നിട്ടുണ്ട്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഈ കുടുംബം ഇപ്പോൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഹർഷിനയുടെ ഈ ഒരു വയറ്റിൽ കത്രിക കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട് പിന്നീടുള്ള ചികിത്സയ്ക്കും മറ്റുമായി ഇവരുടെ കുടുംബം, അതായത് ഹർഷിനയുടെ ഭർത്താവ് അഷ്റഫിന് ജോലിക്ക് തന്നെ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും അതേ സ്ഥിതി തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ഇന്നലെയും വലിയ രീതിയിൽ ഒരു സാമ്പത്തിക നഷ്ടമുണ്ടായി. ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കെയാണ് ആരോഗ്യ വകുപ്പിനോട് പുതിയൊരു ആവശ്യം, അതായത് ചികിത്സാ ചെലവ് സൗജന്യമാക്കണം എന്ന ഒരു ആവശ്യം അർഷിന മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് അർഷിന പറയാനുള്ള ഒരു കാരണം എന്നത് അർഷിനയുടെ ഭാഗത്തും ഉണ്ടായ ഒരു തെറ്റല്ല, ആരോഗ്യവകുപ്പിന്റെ കീഴിലുള്ള ഡോക്ടർമാരുടെ ഭാഗത്തും ഉണ്ടായ ഒരു വീഴ്ചയാണ്. ആ വീഴ്ച നടന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നും ഇവർക്ക് നീതി ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതേസമയം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു നീതിയും ലഭിച്ചിട്ടില്ല. നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന് പറഞ്ഞെങ്കിലും അത് അപര്യാപ്തമാണെന്ന് പറഞ്ഞ ഹർഷിന സ്വീകരിച്ചിട്ടില്ല. 50 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് ഒന്നും പറയുന്നില്ല. ഹർഷിനെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി മറന്ന മട്ടാണ് എന്ന ഒരു ആരോപണമാണ് ഹർഷിന പറയുന്നത്. കോഴിക്കോട് നിന്ന് മിഥില ബാലനാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്.
2020 മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം തടഞ്ഞ റിട്ടേണിംഗ് ഓഫീസർ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷമായിരുന്നു സ്റ്റോറിന്റെ ഉദ്ഘാടനം. കിഴക്കമ്പലം നിവാസികൾ നൽകിയ പരാതിയിലാണ് ജില്ലാ കളക്ടറുടെ നടപടി. 80% വിലക്കുറവിലാണ് മരുന്നുകൾ വിതരണം ചെയ്തത്. വിനീത VG കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, ഈ കിഴക്കമ്പലം നിവാസികൾ നൽകിയ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? വിട ഈ 2020 മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനമാണ് ഇപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ തടഞ്ഞിരിക്കുന്നത്. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷമായിരുന്നു ഈ സ്റ്റോറിന്റെ ഉദ്ഘാടനം ഉണ്ടായത്. ഇതിനെതിരെ കിഴക്കമ്പലത്തിലെ പ്രദേശവാസികൾ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ പരാതി പരിശോധിച്ചതിന് ശേഷമാണ് ജില്ലാ കളക്ടർ ഇങ്ങനെയൊരു നടപടിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ 2 മണ്ഡലങ്ങളിൽ 2020 സ്ഥാനാർത്ഥികളെ അടക്കം തെരഞ്ഞെടുപ്പിനായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് പിന്നീട് ഇപ്പോൾ ഈ മെഡിക്കൽ സ്റ്റോർ കൂടി തുറന്നിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ പെരുമാറ്റച്ചട്ടം കൂടി നിലവിലുള്ള സാഹചര്യത്തിൽ ഇത് നിലവിലെ നിയമങ്ങൾക്കെതിരാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഇങ്ങനെയൊരു പരാതി നൽകിയിരുന്നത്. ഈ മെഡിക്കൽ സ്റ്റോറിൽ 80% വിലക്കുറവിലാണ് മരുന്നുകൾ ഉൾപ്പെടെ വിതരണം ചെയ്തിരുന്നത്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിർദ്ദേശം സംബന്ധിച്ചുള്ള വിവരങ്ങൾ 2020 അധികൃതരെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ മെഡിക്കൽ സ്റ്റോർ അതിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാണ് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷമായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം ഉണ്ടായത്. ഈ ഘട്ടം കൂടി പരിശോധിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു നടപടിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വിനീത VG ആണ് കൊച്ചിയിൽ നിന്നും വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഇനി നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.